എല്ലാവർക്കും EVSന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഹെൽത്ത് ആണ്. എന്താണ് ഫുഡ് ആൻഡ് ഹെൽത്ത്? ആഹാരവും ആരോഗ്യവും അല്ലേ. ഇതിൽ നമ്മൾ ഒരുപാട് ഫുഡ് വെറൈറ്റീസിനെ പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ അത് നമുക്ക് തരുന്ന ഹെൽത്ത് ബെനിഫിറ്റും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. എന്താണ് ഫസ്റ്റ് പേജിൽ കാണുന്നത്? എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണല്ലേ. അപ്പോൾ എന്താണ് ആ കുട്ടി പറയുന്നത്? വാവ്, മൈ ബ്രദർ പ്രിപ്പയേഴ്സ് ഡെലിഷ്യസ് വെജിറ്റബിൾ സാലഡ്. അവിടെ ആ ബോയ് വെജിറ്റബിൾ സാലഡ് കൊണ്ടുവരുമ്പോൾ ആ ഗേള് പറയുകയാണല്ലേ, എൻ്റെ ചേട്ടനുണ്ടാക്കുന്ന പച്ചക്കറി സാലഡ് സൂപ്പറാണെന്ന് പറയുകയാണല്ലേ. ഹാവ് യു എവർ ഹാഡ് എ വെജിറ്റബിൾ സാലഡ്? എന്താ ചോദിക്കുന്നത്? നിങ്ങൾ പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോയെന്ന്. ഡു യു നോ ഹൗ ടു പ്രിപ്പയർ എനി ഡിഷസ്? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷ്യവിഭവങ്ങൾ, എന്തെങ്കിലും ഡിഷസ് ഉണ്ടാക്കാൻ അറിയോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഓൾ ഡിഷസ് ഹാവ് യു പ്രിപ്പയർഡ്? നിങ്ങൾ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? അങ്ങനെ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ചോദിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഡിഷസ്, ഭക്ഷ്യ വിഭവങ്ങൾ. വിച്ച് ആർ ദ ഡിഷസ് ദാറ്റ് യു യൂഷ്വലി ഈറ്റ്? എന്താ ചോദിക്കുന്നത്? നിങ്ങൾ സാധാരണയായി കഴിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതെല്ലാമാണ്? ഹൗ അബൌട്ട് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ കൂട്ടുകാരോ? വിച്ച് ആർ ദ ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ടു മേക്ക് ദീസ് ഡിഷസ്? കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസൊക്കെ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, ടേബിൾ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ബോയിൽഡ് റൈസ് അല്ലേ, ചോറ്. എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? റൈസ്, അരി കൊണ്ട് അല്ലേ. അതുപോലെ ചപ്പാത്തി എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഗോതമ്പ് അല്ലേ, വീറ്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇനി നെക്സ്റ്റ് എന്താണ്? സാമ്പാറിൽ എന്താണ്? ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ എന്താണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അല്ലേ. പൊട്ടറ്റോ, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, ദാൾ, അതുപോലെ എന്താണ് പിന്നെ പംകിൻ, ആഷ് ഗോഡ്, കറി ലീവ്സ്, ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ സാമ്പാർ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? എഗ് കറി എന്താണ്? എഗ് കറിയിൽ എഗ്ഗ്, ഒനിയൻ, അതുപോലെ എന്താണ് ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ആൻഡ് ഗാർലിക്. നെക്സ്റ്റ് എന്താണ് നമ്മൾ എഴുതി കൊടുക്കുക? നെക്സ്റ്റ് നമ്മൾ പായസം പ്രിപ്പയർ ചെയ്യാം. പായസത്തിലേക്ക് എന്താണ്? നമ്മൾ റൈസ് ആണെങ്കിൽ റൈസ് ഉപയോഗിച്ചിട്ട്, നെക്സ്റ്റ് കാഷ്യൂനട്ട്, കിസ്മിസ്, അതുപോലെ എന്താണ് മിൽക്ക്, ഷുഗർ, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാം. എങ്ങനെയാണ്? മാംഗോ, വാട്ടർ, ഷുഗർ. നെക്സ്റ്റ് എന്താണ്? ബട്ടർ മിൽക്ക്, സംഭാരം അല്ലേ. സംഭാരം എങ്ങനെയാണ് ഉണ്ടാക്കുക? കേർഡ്, ചില്ലി, കറി ലീവ്സ് ആൻഡ് ജിഞ്ചർ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ത്? ബട്ടർ മിൽക്ക്. നെക്സ്റ്റ് എന്താണ്? ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുക? ഫിഷ് വേണം, ഒനിയൻ, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, കറി ലീവ്സ് ആൻഡ് മസാല പൗഡേഴ്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുക? അതിനെന്തൊക്കെയാണ് വേണ്ടത്? കോക്കനട്ട്, ചില്ലി, ഷാളട്ട്സ് അല്ലേ, ചെറിയ ഉള്ളി, കറി ലീവ്സ് ആൻഡ് ജിഞ്ചർ. ആർ ഓൾ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ഹാവ് റിട്ടൺ ഓൺ ദ ടേബിൾ ഓഫ് ദി സെയിം ടൈപ്പ്? വിച്ച് എമംഗ് ദം ആർ ഓഫ് ദി സെയിം ടൈപ്പ്? എന്താ ചോദിക്കുന്നത്? പട്ടികയിൽ എഴുതിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ടല്ലോ, അതെല്ലാം ഒരേ ഇനമാണോ? ഒരേ തരത്തിലുള്ളത് ഏതെല്ലാം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ലെറ്റ് us ക്ലാസിഫൈ. Look at the name and picture of the food items. Write their names in the food basket on the basis of the number given. എന്താ പറയുന്നത്? തരംതിരിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലൊരു വർക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഭക്ഷ്യവസ്തുക്കളുടെ പേരും ചിത്രവും അവിടെ നൽകിയിട്ടുണ്ട് അല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? അതിൽ നൽകിയിരിക്കുന്ന സംഖ്യാസൂചനകൾ അനുസരിച്ച് ഭക്ഷണ കൂടയിൽ താഴെ ഒരു കൂട കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ എഴുതി ചേർക്കാനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് കാണുന്നത്? കൗപ്പീസ് അല്ലേ, വൻപയർ, അതുപോലെ എന്താണ്? ക്യാബേജ്, ജാക്ക് ഫ്രൂട്ട്, വീറ്റ്, കൊളക്കേഷ്യ, ചേമ്പ് അല്ലേ. എന്താണ്? ബംഗാൾ ഗ്രാം, കടല, ഗ്രീൻ ഗ്രാം, ചെറുപയർ, മിൽക്ക്, ലേഡീസ് ഫിംഗർ. നെക്സ്റ്റ് എന്താണ്? മീറ്റ്, മാംഗോ, ഫിഷ്, റൈസ്, യാം ആൻഡ് ടപ്പിയോക്ക എന്താണ്? കപ്പയാണ് അല്ലേ. യാം എന്ന് പറഞ്ഞാൽ ചേന. ഇനി ഇവിടെ ഇതിലൊക്കെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് താഴെയുള്ള ഭക്ഷണക്കൂട അല്ലേ, ഫുഡ് ബോക്സിലേക്ക് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന ഫുഡ് ബാസ്ക്കറ്റിലേക്ക്
നമ്പർ 1 എഴുതിയ ഫുഡ് ബാസ്ക്കറ്റിലേക്ക് നമ്മൾ ഏതൊക്കെയാണ് എഴുതേണ്ടത്? ക്യാബേജ് ആൻഡ് ലേഡീസ് ഫിംഗർ. നമ്പർ 2 ആയിട്ടുള്ള ബാസ്ക്കറ്റിലേക്കോ മാംഗോ ആൻഡ് ജാക്ക് ഫ്രൂട്ട്. 3rd ബാസ്ക്കറ്റിലേക്കോ മിൽക്ക്, മീറ്റ് ആൻഡ് ഫിഷ്. 4th ബാസ്ക്കറ്റിലേക്ക് ഏതൊക്കെയാണ് നമ്മൾ ഇടുക? കൊളക്കേഷ്യ, അതുപോലെ യാം ആൻഡ് ടപ്പിയോക്ക. നെക്സ്റ്റ് 5th ബാസ്ക്കറ്റിലേക്കോ കൗപീസ്, ബംഗാൾ ഗ്രാം ആൻഡ് ഗ്രീൻ ഗ്രാം. ഇനി ലാസ്റ്റ് 6th ബാസ്ക്കറ്റിലേക്ക് ഏതൊക്കെയാണ് ഇടുന്നത്? റൈസ് ആൻഡ് വീറ്റ്. ഓക്കെ, വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ്? എന്തൊക്കെയാണ്? ക്യാബേജ് ആൻഡ് ലേഡീസ് ഫിംഗർ. വിച്ച് കാറ്റഗറി ഡു ദേ ബിലോങ് ടു? എന്താ പറയണത്? അവരേത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? അത് വെജിറ്റബിൾസ് ആണല്ലേ. ദേ ആർ വെജിറ്റബിൾസ്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ് സൺ. എന്താ പറയുന്നത്? ഇതുപോലെ ഇവിടെ ഒരു പദസൂര്യൻ അല്ലേ, വേർഡ് സൺ തന്നിട്ടുണ്ട് വെജിറ്റബിൾസിൻ്റെ. അതെന്താണ്? അതിലേക്ക് കൂടുതൽ വെജിറ്റബിൾസ് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാം? സ്നേക്ക് ഗോഡ് അല്ലേ, പടവലം, അതുപോലെ ബ്രിഞ്ചൽ വഴുതന, ചില്ലി, പീ, പംകിൻ, അനിയൻ, പിന്നെന്തൊക്കെയാണ്? ബിറ്റർ ഗോഡ്, ബോട്ടിൽ ഗോഡ്, ഇതൊക്കെ എഴുതി കൊടുക്കാമല്ലേ നമുക്ക്. കുക്കുംബർ, ഇതൊക്കെ നമുക്ക് എന്താണ്? വെജിറ്റബിൾസ് ആണല്ലേ. ഇൻ വിച്ച് കാറ്റഗറി ക്യാൻ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ സെക്കൻഡ് ബാസ്ക്കറ്റ് ബി ഇൻക്ലൂഡ്? എന്താ പറയുന്നത്? രണ്ടാമത്തെ കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കളെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചോദിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ ഫുഡ് ബാസ്ക്കറ്റിൽ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? മാംഗോ ആൻഡ് ജാക്ക് ഫ്രൂട്ടിലെ അതെന്താണ്? ഫ്രൂട്ട്സ് ആണല്ലേ. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് മോർ ഫ്രൂട്ട്സ്. അതുപോലെ എന്താണ്? കൂടുതൽ പഴങ്ങളെ പേര് നിങ്ങൾ കണ്ടെത്തി എഴുതണം. എന്തൊക്കെയാണ്? നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലേ. ഡ്രാഗൺ ഫ്രൂട്ട്, പ്ലം, ജാക്ക് ഫ്രൂട്ട്, വാട്ടർമെലൺ, പെയർ, ബനാന, പൈനാപ്പിൾ, ചെറി, പപ്പായ, ഇതൊക്കെ എന്താണ്? ഫ്രൂട്ട്സ് ആണല്ലേ. അപ്പോൾ നിങ്ങളത് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? ഹാവ് യു നോട്ടീസ്ഡ് ഹൗ എ പൈനാപ്പിൾ ഹാസ് ബീൻ ടേൺഡ് ഇൻ ടു എ ബേർഡ്? നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു പൈനാപ്പിൾ എന്തായിട്ടുണ്ട്? ഒരു പക്ഷിയായി മാറിയിട്ടുണ്ട് അല്ലേ. വിച്ച് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഫിഗർ ദിസ് ബേർഡ്? എന്താ പറയുന്നത്? ഏതൊക്കെ പഴങ്ങളും പച്ചക്കറികളുമാണ് ഈ പക്ഷി രൂപത്തിൽ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണുള്ളത്? വാട്ടർമെലൺ, പൈനാപ്പിൾ, പിന്നെ എന്താണ്? പംകിൻ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ എന്താണ് ഉള്ളത്? ടൊമാറ്റോ ഉണ്ട് അല്ലേ. ഇനി എന്താ പറയുന്നത്? ഡ്രോ ആൻഡ് കളർ പിക്ചേഴ്സ് ലൈക്ക് ദിസ് യൂസിങ് ഫ്രൂട്ട്സ്. എന്താ പറയുന്നത്? ഇതുപോലെ മറ്റൊരു രൂപം നിങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. Didn't you see the food items in the third basket? അതുപോലെ മൂന്നാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടല്ലോ. എന്തൊക്കെയാണ് മൂന്നാമത്തെ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നത്? മിൽക്ക്, മീറ്റ് ആൻഡ് ഫിഷ് അല്ലേ. അതെന്താണ്? വാട്ട് അതർ ഫുഡ് ഐറ്റംസ് ഡു യു നോ വിച്ച് വി ഗെറ്റ് ഫ്രം ആനിമൽ സോഴ്സസ്? അതൊക്കെ എന്താണ്? ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സോഴ്സസ് ആണല്ലേ. നമുക്ക് ജന്തുക്കളിൽ നിന്നാണ് എന്ത്? ആ ഭക്ഷ്യവിഭവങ്ങൾ കിട്ടുന്നത്. വേറെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? എഗ്ഗ് കിട്ടുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് കാറ്റഗറി ഡു ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ ഫോർത്ത് ബാസ്ക്കറ്റ് ബിലോങ് ടു? എന്താ പറയുന്നത്? നാലാമത്തെ ഫുഡ് ബാസ്ക്കറ്റിൽ എന്തൊക്കെയുള്ളത്? കൊളക്കേഷ്യ, യാം ആൻഡ് ടപ്പിയോക്ക അല്ലേ. അതെന്താണ്? കിഴങ്ങ് വർഗ്ഗങ്ങളാണല്ലേ. ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഐ ഗ്രോ അണ്ടർഗ്രൗണ്ട് ദ ബിലോങ് ടു ദ ട്യൂബർ ഫാമിലി. എന്താ പറയുന്നത്? അവിടെ ഒരു യാം ഉണ്ടല്ലേ. യാം എന്താ പറയുന്നത്? മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഞാൻ കിഴങ്ങ് വർഗ്ഗത്തിലാണ് പെടുന്നത്. അപ്പോൾ യാം എന്താണ്? ഒരു ട്യൂബർ ആണല്ലേ. നെക്സ്റ്റ് എന്താണ്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്യൂബേഴ്സ് ഗ്രോ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. യാം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? യാം കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും? സ്വീറ്റ് പൊട്ടറ്റോ, ടപ്പിയോക്ക ആൻഡ് കൊളക്കേഷ്യ, അതുപോലെ ജിഞ്ചർ, ഇതൊക്കെ എന്താണ്? ട്യൂബേഴ്സ് ആണല്ലേ. വിച്ച് കാറ്റഗറി ഓഫ് ഫുഡ് ഐറ്റംസ് ആർ ഇൻ ദ ഫിഫ്ത്ത് ബാസ്ക്കറ്റ്? എന്താ ചോദിക്കുന്നത്? അഞ്ചാമത്തെ ബാസ്ക്കറ്റിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? കൗപീസ്, ബംഗാൾ ഗ്രാം ആൻഡ് ഗ്രീൻ ഗ്രാം അല്ലേ. അതാണ് എന്തിലുള്ളത്? അഞ്ചാമത്തെ ഫുഡ് ബാസ്ക്കറ്റിലുള്ളത്. നെക്സ്റ്റ് എന്താണ്? പൾസസ്.
പൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പയറുവർഗ്ഗങ്ങൾ. വാട്ട് ആർ ദ പൾസസ് ദാറ്റ് വി യൂസ് ആസ് ഫുഡ്? റൈറ്റ് ദം ഡൗൺ. എന്താ പറയുന്നത്? പയറുവർഗ്ഗങ്ങൾ, നമ്മൾ ഒരുപാട് പയറുവർഗ്ഗങ്ങൾ കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് എഴുതി നോക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ബീൻസ്. പിന്നെ എന്തൊക്കെയാണ്? ഇവിടെ ഹോഴ്സ് ഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ, അതുപോലെ ദാൾ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ഗ്രാം കൊടുത്തിട്ടുണ്ട്, കൗ പീസ് കൊടുത്തിട്ടുണ്ട്, ബംഗാൾ ഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? പൾസസ് ആണല്ലേ. നെക്സ്റ്റ് എന്താണ്? സീരിയൽസ്. എന്താണ്? ധാന്യങ്ങൾ അല്ലേ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ 6th ബാസ്ക്കറ്റ്? എന്താണ് 6th ബാസ്ക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്? റൈസ് ആൻഡ് വീറ്റ് ആണ് അല്ലേ. വാട്ട് ഡിഷസ് ഡു യു നോ ദാറ്റ് ആർ മെയ്ഡ് യൂസിങ് ദിസ് ഐറ്റംസ്? കംപ്ലീറ്റ് ദ വേർഡ്സ് ആണ്. എന്താ പറയുന്നത്? ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ, സീരിയൽസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ വേർഡ്സ് ആണ് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എഴുതി കൊടുക്കാം? ഇവിടെ റൈസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? കഞ്ഞി, അതുപോലെ ഉപ്പുമാവ്, സ്വീറ്റ്സ്, പുട്ട്, ദോശ, അതുപോലെ പായസം. ഇതൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? റൈസ് വെച്ചിട്ടാണല്ലേ ഉണ്ടാക്കുന്നത്. അതുപോലെ വീറ്റ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും? പായസം ഉണ്ടാക്കും, കേക്ക് ഉണ്ടാക്കും, സ്വീറ്റ്സ് അല്ലേ, ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും. അതുപോലെ ഉപ്പുമാവും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാക്കും? ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കും. നെക്സ്റ്റ് എന്താണ്? മില്ലറ്റ്സ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുധാന്യങ്ങൾ അല്ലേ. ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലോ. ഫിംഗർ മില്ലറ്റ്സ് അല്ലേ. എന്താണ് ഫിംഗർ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ? റാഗി. അതുപോലെ ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിന അല്ലേ. പിന്നെ എന്താണ്? ലിറ്റിൽ മില്ലറ്റ്, ചാമ അല്ലേ. ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് മില്ലറ്റ്സ്. ഇതൊക്കെ എന്താണ്? ചെറുധാന്യങ്ങളിലാണല്ലേ ഇവ വരുന്നത്. ഫൈൻഡ് ഔട്ട് ഡീറ്റെയിൽസ് ഓഫ് അതർ മില്ലറ്റ്സ്. അതുപോലെ വേറെ എന്തെല്ലാം ചെറുധാന്യങ്ങളാണ് ഉള്ളത് എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണിക്കുന്ന പിക്ചറിൽ കാണിക്കുന്നുള്ളതൊക്കെ എന്താണ്? മില്ലറ്റ്സ് ആണ് കേട്ടോ. ഡു യു നോ അബൌട്ട് ദ ഡിഷസ് പ്രിപ്പയർഡ് വിത്ത് മില്ലറ്റ്സ്? അതുപോലെ മില്ലറ്റ്സ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? റാഗിപ്പുട്ട്, ചാമ ഉപ്പുമ, അതുപോലെ എന്താണ്? നമ്മൾ കഞ്ഞി വയ്ക്കൂലേ, അതുപോലെ പുലാവ്, സാലഡ്, ലിക്വിഡ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് കൊണ്ട് വയ്ക്കും? മില്ലറ്റ്സ് കൊണ്ട് വയ്ക്കും. ആർ മില്ലറ്റ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? ഫൈൻഡ് ഔട്ട്. എന്താ പറയുന്നത്? നിങ്ങൾ പ്രദേശത്ത് ഇതുപോലെ മില്ലറ്റ്സ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇടമലക്കുടി ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഈസ് ദ ഓൺലി ട്രൈബൽ പഞ്ചായത്ത് ഇൻ കേരളം. കൊറങ്കാട്ടി ഈസ് എ ഡിഷസ് പ്രിപ്പയർഡ് ബൈ ദ റെസിഡൻസ് ബൈ മേക്കിംഗ് പുഡിംഗ് ഫ്രം ഫിംഗർ മില്ലറ്റ്സ്. എന്താണ് പറയുന്നത്? കേരളത്തിലെ ഏക ഗോത്ര പഞ്ചായത്താണ് എന്ത്? ഇടമലക്കുടി. അതെവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലേ. അവരുണ്ടാക്കുന്ന മില്ലറ്റ്സ് കൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു ഡിഷാണ് എന്ത്? കൊറങ്കാട്ടി. റാഗി അല്ലേ, റാഗി വെച്ചിട്ടാണ് അവരെന്ത് ഉണ്ടാക്കുന്നത്? ഫിംഗർ മില്ലറ്റ്സ് വെച്ചിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പാൻഡ് ദ ലിസ്റ്റ് ബിലോ ബൈ ഫൈൻഡിങ് മോർ ഫുഡ് ഐറ്റംസ് ഇൻ ഈച്ച് കാറ്റഗറി ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഗ്രെയിൻസ്. എന്നാ പറയുന്നത്? പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ ധാന്യങ്ങൾ തുടങ്ങിയ ഓരോ വിഭാഗത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ കണ്ടെത്തി താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? റൈസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. റൈസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സീരിയൽസ് കാറ്റഗറിയിലാണല്ലേ വരുന്നത്. വേറെ എന്തൊക്കെയാണ് സീരിയൽസ് കാറ്റഗറിയിൽ വരുന്നത്? വീറ്റ് അല്ലേ. അതുപോലെ നെക്സ്റ്റ് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? യാം. യാം എന്താണ്? ഒരു ട്യൂബറാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. വേറെ എന്തൊക്കെ ട്യൂബേഴ്സാണ് നമ്മൾ പഠിച്ചത്? കൊളക്കേഷ്യ ആൻഡ് ടപ്പിയോക്ക. നെക്സ്റ്റ് കോളത്തിൽ എന്താ തന്നിരിക്കുന്നത്? ബീൻസ് അല്ലേ. ബീൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചത്? പൾസസ് ആണ് അല്ലേ. പയറ് വർഗ്ഗത്തിൽപ്പെട്ടതാണ് എന്ത്? ബീൻസ്. വേറെ ഏതൊക്കെ ഇതാ പഠിച്ചത് നമ്മൾ? പൾസസാണ് പഠിച്ചത്. കൗപ്പീസ്, അതുപോലെ ബംഗാൾ ഗ്രാം ആൻഡ് ഗ്രീൻ ഗ്രാം അല്ലേ, ഹോഴ്സ് ഗ്രാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? ലേഡീസ് ഫിംഗർ ആൻഡ് സ്പിനച്ച് അല്ലേ. വെണ്ടയ്ക്കയും ചീരയും എന്തിലാണ് വരിക? വെജിറ്റബിൾസിലാണല്ലേ വരിക. അപ്പോൾ വെജിറ്റബിൾസ് എഴുതി കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? പംകിൻ, ടൊമാറ്റോ, പിന്നെന്താണ്? ബിറ്റർ ഗോഡ്. നെക്സ്റ്റ് എന്താണ്? ഫ്രൂട്ട്സ് ഹെഡ്ലൈൻ തന്നിട്ടുണ്ടല്ലേ. ഗ്വാവ. അതുപോലെ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? ഓറഞ്ച്, ആപ്പിള്, പ്ലം, ബനാന, പിന്നെന്താണ്? പൈനാപ്പിൾ. ഇതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ. വാട്ടർമെലൺ എന്നൊക്കെ. നെക്സ്റ്റ് ഇവിടെ എഗ്ഗ് തന്നിട്ടുണ്ട്. എഗ്ഗ് എന്താണ്? അനിമൽ സോഴ്സസ് ആണ് അല്ലേ, ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ്. വേറെ എന്തൊക്കെയുണ്ട്? മിൽക്ക്, മീറ്റ് ആൻഡ് ഫിഷ്. ഈ നെക്സ്റ്റ് എന്താണ്? ഹെൽത്ത് ആൻഡ് ഫുഡ്. എന്താണ്?
ആരോഗ്യവും ആഹാരവും അല്ലേ. വൈ ഷുഡ് വി ഇൻക്ലൂഡ് ഫുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ യുവർ ഡയറ്റ്, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് എന്താ പറയുന്നത്. നമ്മൾ വ്യത്യസ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണല്ലേ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. അത് എന്തിനായിരിക്കാം? എന്താണ്? ഹെൽത്ത് പ്രോപ്പർ ഗ്രോത്ത്, നമുക്ക് ശരിയായി വളർച്ച കിട്ടി നന്നായി വളരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. പിന്നെ എന്താണ്? പിന്നെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു വർക്ക് അല്ലേ, ഡു വർക്ക്. എന്താണ്? നമുക്ക് ആരോഗ്യം അല്ലേ, ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കഴിക്കണം? ഫുഡ് ഐറ്റംസ് അല്ലേ, പല വിഭാഗത്തിൽപ്പെട്ട ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കണം. നെക്സ്റ്റ് എന്താണ്? ലെറ്റ്സ് ഡ്രോ ദ പാത്ത് ഫ്രം ഫുഡ് ഐറ്റംസ് ത്രൂ ദ ബലൂൺ യാൺ. എന്താ പറയുന്നത്? ബലൂണിൻ്റെ നൂലിലൂടെ വരച്ച് നോക്കാനാണ് പറയുന്നത്. യു ക്യാൻ റീച്ച് ദ ബലൂൺ ലിസ്റ്റഡ് വിത്ത് ദ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ദോസ് ഫുഡ്സ്. എന്താ പറയുന്നത്? അവ നൽകുന്ന ആ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് നൽകുന്ന, ശരീരത്തിന് നൽകുന്ന ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഈ ആണിൻ്റെ പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫുഡ് ഐറ്റംസിലേക്കാണ് എത്തുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? ഹെൽപ്പ് പ്രോപ്പർ ഗ്രോത്ത്. ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, ശരീര വളർച്ചയെ സഹായിക്കുന്നു. ആരാണ്? പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ് ആൻഡ് ഫിഷ്. നെക്സ്റ്റ് എന്താണ്? ഹെൽപ്പ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. നമുക്ക് ജോലികൾ ചെയ്യുന്നതിനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്? സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ് അല്ലേ, ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ് അല്ലേ നമ്മൾ കഴിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്? ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്, രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നത് ആരൊക്കെയാണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ലെറ്റസ് റൈറ്റ് ദ ഇൻഫർമേഷൻ വി ഹാവ് ഗാതേർഡ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ലോ, അതിലെഴുതാനാണ് പറയുന്നത്. ഫുഡ് ഐറ്റംസ് അല്ലേ, സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ് ഏതൊക്കെയാണ്? ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക് അല്ലേ, നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നത് സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ് ആണ്. ഇനി വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്താണ്? ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ് അല്ലേ, രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. ഇനി എന്താണ്? പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ് ആൻഡ് ഫിഷ് എന്താണ്? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത് അല്ലേ, നമ്മളെ ശരീര വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഇവരാണല്ലേ, പൾസസ്, മിൽക്ക് ആൻഡ് മീറ്റ് ആൻഡ് എഗ് അല്ലേ, ഇവരൊക്കെയാണ് നമ്മൾ അതിന് സഹായിക്കുന്നത്. അതാണ് അതുകൊണ്ട് നമ്മൾ അത് കഴിച്ചാലുള്ള ബെനിഫിറ്റ് അതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഈറ്റിംഗ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് നെസസറി ഫോർ ദ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ ബോഡീസ് എന്നാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡോണ്ട് യു ഓൾസോ ഈറ്റ് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ഓയിൽ. എണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ കഴിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദേ? ഏതൊക്കെയാണ്? നമ്മൾ ഈ പലഹാരങ്ങളിലെ സ്വീറ്റ്സ്, അതുപോലെ ഫ്രൈ, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മൾ എന്താണ് ഓയിലാണല്ലേ ചെയ്യുന്നത്. ലിസൺ ടു വാട്ട് ദ ഡോക്ടർ സേസ്. ഇവിടെ ഡോക്ടർ ഉണ്ട് അല്ലേ, ആ ഡോക്ടർ എന്തോ പറയുന്നുണ്ട് നമ്മളോട്, എന്താ നോക്കാം. ഫാറ്റ് ഫ്രം എഡിബിൾ ഓയിൽസ് ഗിവ്സ് അസ് എനർജി ടു വർക്ക് എന്നാണ്. നമ്മൾ എണ്ണയിൽ നിന്ന് നമുക്ക് ജോലി ചെയ്യാനുള്ള എനർജിയൊക്കെ ലഭിക്കും. ബട്ട് എക്സസീവ് യൂസ് ഓഫ് ദീസ് ഓയിൽസ് വിൽ ഇൻക്രീസ് ബോഡി ഫാറ്റ് എന്നാണ്. അമിതമായിട്ട് ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് വരും, കൊഴുപ്പ് അടിഞ്ഞുകൂടും. ദിസ് മേ ലീഡ് ടു വേരിയസ് ഡിസീസ്. ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഒരുപാട് അസുഖങ്ങൾ വരും. Therefore, eating fried food products should be reduced as much as possible. എന്താ പറയുന്നത്? അതുകൊണ്ട് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് അല്ലേ, ഓയിലുണ്ടാക്കുന്ന ഫ്രൈഡ് ഐറ്റംസ് എന്താണ് നമ്മൾ കുറയ്ക്കണം എന്നാണ് പറയുന്നത് ഡോക്ടർ. ഓക്കെ, ഡ്രിങ്കിങ് വാട്ടർ. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് എ ഡേ? എന്താ പറയുന്നത്? കുടിവെള്ളത്തെക്കുറിച്ചാണല്ലേ, ഡ്രിങ്കിങ് വാട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളത് ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ഷുഡ് ഡ്രിങ്ക് 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. എന്താ പറയുന്നത്? നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ദിവസവും 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. ദിസ് മേ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വി ഡു. ഇത് നമ്മൾ
എന്താ പറയുക, നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്തണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് എന്നാണ്. ശേഷം എന്താണ്, പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം അല്ലേ. വെള്ളം കുടിക്കുന്നതിനോടൊപ്പം പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മുടെ ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ക്വാളിറ്റി ഫുഡ് ആൻഡ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ആർ നെസസറി ഫോർ എ ഹെൽത്തി ലൈഫ്. എന്താ പറയണേ, നമ്മളെ നല്ല ഗുണമേന്മയുള്ള ഭക്ഷണവും അതുപോലെ ആഹാരശീലങ്ങൾ ഫുഡ് ഹാബിറ്റ്സും എന്താണ് അത്യാവശ്യമാണല്ലേ. നമ്മുടെ ആരോഗ്യമുള്ളൊരു ജീവിതത്തിന് ഇത് രണ്ടും അത്യാവശ്യമാണ്. എന്തൊക്കെയാണ്, ക്വാളിറ്റി ഫുഡ് ആൻഡ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സും അല്ലേ. ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു ഹാഡ് ഓൺ ഈച്ച് ഡേ ഓഫ് എ പാസ്റ്റ് വീക്ക് ഇൻ ദ ടേബിൾ ബിലോ എന്നാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പേര് ഇവിടെ രേഖപ്പെടുത്താനാണ് പറയുന്നത്. ഓക്കെ, അനലൈസ് ദ ചാർട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് നീഡഡ് ഇൻ യുവർ ഡയറ്റ് എന്നാണ്. അങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ ഒരു ഹെൽത്ത് കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, മൈ ഹെൽത്ത് കാർഡ്. അവിടെ നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യുക, ക്ലാസ്, ഡിവിഷൻ ആൻഡ് പിന്നെന്താണ് നിങ്ങളെ വെയ്റ്റും ഹൈറ്റും, നിങ്ങളുടെ ഭാരം അതുപോലെ ഉയരം, ഇത് നിങ്ങളവിടെ എഴുതി ചേർക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ഒരാഴ്ചയിൽ ഓരോ ദിവസവും കഴിച്ച ഫുഡ് ഐറ്റംസ് എന്താണെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക വേണ്ടത് അല്ലേ. സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ്, അതുപോലെ പൾസസ്, മിൽക്ക്, ഫിഷ്, എഗ് ആൻഡ് മീറ്റ്, ഇതൊക്കെ നിങ്ങൾ ഓരോ ദിവസം എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് 7 ഡേയിൽ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അതുപോലെ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൺസ്യൂംഡ്, നമ്മൾ കുടിച്ച വെള്ളത്തിൻ്റെ അളവും അതുപോലെ എത്ര ഗ്ലാസസ് ആണെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം. പിന്നെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, നമ്മൾ കഴിച്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വാഷ് ദ ഹാൻഡ്സ് ആൻഡ് ഫേസ് ത്രൂലി ബിഫോർ ആഫ്റ്റർ ഹാവിങ് ഫുഡ് എന്നാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷം മുഖവും കൈയൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടിക്ക് ചെയ്യുക, യെസ് ഓർ നോ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, പ്ലേഡ് വേരിയസ് ഗെയിംസ് വിത്ത് ആക്ടിവിറ്റീസ് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ്. എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് കളികളിൽ ആക്ടിവിറ്റീസിൽ ഒക്കെ കളിക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതും ചെയ്യാം. ഓക്കെ, റീഡ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലാന്റിങ് ആൻഡ് വാട്ടറിങ് വെജിറ്റബിൾസ്, അതുപോലെ പച്ചക്കറികൾ നടുക, അത് നനയ്ക്കാനൊക്കെ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. ലെറ്റ് us പ്രിപ്പയർ എ സാലഡ്, നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. ഷാൾ വി പ്രിപ്പയർ എ ഡെലീഷ്യസ് സാലഡ് വിത്ത് എ വെറൈറ്റി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീവ്സ് എന്നാണ്. നമുക്കൊരു പലതരം പച്ചക്കറികളും പഴങ്ങളും അതുപോലെ ഇലകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു സാലഡ് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാണ്, വാട്ട് ആർ ദ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വെൻ പ്രിപ്പയറിങ് അൺകുക്ക്ഡ് ഡിഷസ്. എന്താ പറയുന്നത്, വേവിക്കാതെ കഴിക്കാവുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. നമ്മളെന്താണ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം അല്ലേ, ഒരുപാട് തവണ വാഷ് ചെയ്ത് കളയണം. അതിൻ്റെ വിഷാംശങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കഴുകി കളയണം. ഓക്കെ, ഇവിടെ നിങ്ങളൊരു പിക്ചർ കണ്ടില്ലേ, വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് സീൻ ഇൻ ദ പിക്ചർ. എന്താണ് ഈ പിക്ചറിൽ നിങ്ങൾ എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആണ് കണ്ടിട്ടുള്ളത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടല്ലേ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഓറഞ്ച്, ആപ്പിൾ, അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ് അല്ലേ, ഓനിയന്, ബനാന, ഇതൊക്കെ നമ്മളിതിൽ കാണുന്നില്ലേ. ഇനി എന്താണ് താഴെയുള്ള പിക്ചറിൽ, രണ്ടാമത്തെ പിക്ചറിൽ എന്താ തന്നിട്ടുള്ളത്, ഒരു സാലഡാണല്ലേ, ഒരു സാലഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് അതിലുള്ളത്, ടൊമാറ്റോ ഉണ്ട്, കിവി ഉണ്ട് അല്ലേ, അതുപോലെ എന്തൊക്കെയുള്ളത്, പപ്പായ, ബ്ലൂബെറി, ബ്രോക്കളി, ഇതൊക്കെ ഉണ്ടല്ലേ. ഒരു സാലഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് എ സാലഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫുഡ് ഐറ്റംസ് ഇൻ ഇറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞില്ലേ. ഇതിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ടൊമാറ്റോ, കിവി, ഒനിയൻ, അതുപോലെ പപ്പായ, ബ്രോക്കോളി, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇതിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വാട്ട് ഓൾ ദ ഫുഡ് ഐറ്റംസ് വിൽ യൂസ് ഇഫ് യു പ്രിപ്പയർ എ സാലഡ്. എന്താ പറയുന്നത്,
നിങ്ങളൊരു സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ള, ഏതൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തുക എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ഡൗൺ ദ റെസിപ്പി എന്താ പറയുന്നത്, ഒരു റെസിപ്പി എഴുതാനാണ് പറയുന്നത് അല്ലേ. സാലഡ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തയ്യാറാക്കാനാണ് പറയുന്നത്. ഹൗ ടു മേക്ക് എ സാലഡ്, ടേക്ക് സം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ് അല്ലേ, ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലേ, വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ ലീവ്സും എടുത്തിട്ട് വാഷ് ദം പ്രോപ്പർലി എന്നാണ് നമ്മളത് നല്ല രീതിയിൽ കഴുകുക. പീൽ ദ സ്കിൻ ഓഫ് നീഡഡ്, ആവശ്യമുള്ളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചോപ്പ് ദം ഇൻ ടു പീസസ്, അതിനെ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഒരു ബൗളിലേക്ക് ഇടുക. ആഡിങ് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ, ദ സാലഡ് ഈസ് റെഡി. എന്താണ് അത്, കഷ്ണങ്ങളിലെ കട്ട് ചെയ്ത കഷ്ണങ്ങളൊക്കെ, ചോപ്പ് ചെയ്ത കഷ്ണങ്ങളൊക്കെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ടേസ്റ്റി ആയിട്ട് ഡെലീഷ്യസ് ആയിട്ടുള്ള എന്താണ് സാലഡ് റെഡിയാവും. ഓക്കെ, ഹൗ ആർ ദീസ് ഫുഡ് ഐറ്റംസ് ബെനഫിഷ്യൽ ടു അവർ ഹെൽത്ത്, എന്താ ചോദിക്കുന്നത്, ഈ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു എന്ന് ചോദിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെനിഫിറ്റ്സ് ഒക്കെയാണ് കിട്ടുക. ഓക്കെ, എന്താണ്, ക്ലാസിഫൈ ദ കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസ് എന്നാണ്, വേവിച്ചതും വേവിക്കാത്തതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെ ഏതൊക്കെയാണെന്നുള്ളത് തരംതിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. കുക്ക്ഡ്, നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത് ഏതൊക്കെയാണ്, റൈസ്, അതുപോലെ വീറ്റ്, പിന്നെ യാം, മീറ്റ്, ഫിഷ്, എഗ്, ഇതൊക്കെ എന്താണ് നമ്മൾ കുക്ക് ചെയ്തിട്ടാണല്ലേ കഴിക്കുന്നത്. ഇനി അൺകുക്ക്ഡ് ആയിട്ട് കഴിക്കുന്നത് എന്താണ്, ഇവിടെ തന്നിരിക്കുന്നത് ജാവ, ആപ്പിളിലെ ചാമ്പയ്ക്ക അല്ലേ, അതുപോലെ എന്താണ് ഓറഞ്ച്, ഗ്രേപ്സ്, വാട്ടർമെലൺ, മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിൾ, ചെറി, ഇതൊക്കെ എന്താണ് അൺകുക്ക്ഡ് ആയിട്ട് റോ ആയിട്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണല്ലേ. ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ്, വേവിച്ചും വേവിക്കാതെയും കഴിക്കുന്നത് ഏതൊക്കെയാണ്, ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ക്യാരറ്റ് അല്ലേ, ക്യാരറ്റ്, അനിയൻ, അതുപോലെ പിന്നെ എന്താണ് ടൊമാറ്റോ, പപ്പായ ആൻഡ് ക്യാബേജ്. നെക്സ്റ്റ് എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം ദ മോസ്റ്റ് എന്നാണ്, നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എന്താണ് കുക്ക്ഡ് ആണോ അൺകുക്ക്ഡ് ആണോ മോസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് കാറ്റഗറി ഓഫ് ഫുഡ് ഐറ്റംസ് ആർ മോസ്റ്റ്ലി കൺസ്യൂംഡ് റോ, വാട്ട് അബൌട്ട് ദ കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് എന്നാണ്, വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ കൂടുതലും ഏത് വിഭാഗത്തിൽ പെട്ടതാണ്, വേവിക്കാതെ കഴിക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണല്ലേ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് എന്ത് അൺകുക്ക്ഡ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് അല്ലേ. വേവിച്ച് കഴിക്കുന്നത് മോസ്റ്റ്ലി എന്താണ് സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ് ആണല്ലേ. വൈ ഡു വി കുക്ക് ഫുഡ് എന്താ ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഭക്ഷണം വേവിക്കുന്നത്, ടു ഇൻക്രീസ് ടേസ്റ്റ്, എന്താണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ്, ഹെൽപ്പ് ഇൻ ഡൈജഷൻ അല്ലേ, നമുക്ക് അത് ദഹിക്കാൻ വേണ്ടി, ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുക്ക് ചെയ്യാറുണ്ട്. പിന്നെന്താണ് ഹെൽപ്പ് കിൽ ജേംസ്, ഇതിലൊരുപാട് ജന്തുക്കളിലെ കീടനാശിനികൾ, അതുപോലെ ജെംസിലെ എന്താ പറയുകയാണ്, ഒരുപാട് കീടാണുക്കളുണ്ടാവും, അവയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നത്. വി ഹാവ് ലേൺഡ് വാട്ട് ഓൾ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആർ നെസസറി ഫോർ എ ഹെൽത്തി ലൈഫ്. ഡു യു നീഡ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ യുവർ ഡയറ്റ്, റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. എന്താ പറയുന്നത്, ആരോഗ്യകരമായ ജീവിതത്തിന് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഒരുപാട് അല്ലേ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും അനിമൽ സോഴ്സസും സെലറീസും അതൊക്കെ നമ്മൾ കഴിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഡയറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, ഫുഡ് ഹാബിറ്റ്സ് അല്ലേ, ആഹാര ശീലങ്ങൾ അല്ലേ. ഇപ്പോൾ എന്താണ്, ഒരു ടീത്ത് ഉണ്ട് അല്ലേ, ടീത്ത് എന്താ പറയുന്നത്, മൈ മെയിൻ ജോബ് ഈസ് ടു ചോ ഫുഡ്സ് എന്നാണ് പറയുന്നത്. എൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്, ഭക്ഷണം ചവച്ചരയ്ക്കുക എന്നുള്ളതാണ്. ചൗ അല്ലേ, ചൗ ചെയ്യുന്നതാണ് എന്ത്, പല്ലിൻ്റെ ജോലി. ഡു വി ഈറ്റ് ഫുഡ് വെൽ ചൗഡ് എന്നാണ്, നിങ്ങൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ചിട്ടാണോ കഴിക്കാറുള്ളത്.
ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ചോയിങ് ഫുഡ്? ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്നാണല്ലേ എല്ലാവരും പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾക്കറിയോ? നമുക്ക് നോക്കാം. ഡൈജഷൻ ബിക്കം ഈസി. എന്താണ് ഡൈജഷൻ? എളുപ്പമാകും, നമുക്കത് ദഹിക്കാൻ എളുപ്പമാണല്ലേ. പിന്നെന്താണ്? ഡിഫറെൻറ്റ് ടേസ്റ്റസ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. നമ്മളിങ്ങനെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ടേസ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് ഹാബിറ്റ്സ് ആർ ഗുഡ് ഓർ ബാഡ് എന്ന് പറയുന്നത്. താഴെ കുറച്ച് ശീലങ്ങൾ പറയുന്നുണ്ട്, ഹാബിറ്റ്സ് പറയുന്നുണ്ട്. അത് ഗുഡാണോ ബാഡാണോ എന്ന് അവിടെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഈറ്റ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ്. എന്താണ്? കൈ വൃത്തിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. ശരിയാണോ? അല്ലല്ലേ, തെറ്റാണ്. ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ് വെൽ. ഇറച്ചി നന്നായി വേവിച്ചിട്ടാണ് കഴിക്കുന്നത് എന്നാണ്. ശരിയാണല്ലേ. യൂസിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. പഴങ്ങളും പച്ചക്കറികളൊക്കെ എന്താണ്? കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്? ശരിയാണല്ലേ. നോട്ട് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ബിറ്റൺ ബൈ ക്രീച്ചേഴ്സ്. എന്നാണ്? ജീവികളിലെ ജന്തുക്കളൊക്കെ കടിച്ചിട്ടുള്ള പഴങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ എന്താണ്? ശരിയാണല്ലേ. എന്താണ്? നെക്സ്റ്റ് എന്താണ്? ഷോയിങ് റിലക്റ്റൻസ് ടു ഡ്രിങ്ക് വാട്ടർ. എന്നാണ്? നമ്മൾ ആവശ്യത്തിന് ഉള്ള വെള്ളം കുടിക്കാൻ എന്താണ്? മടി കാണിക്കുന്നുണ്ട്. അതെന്താണ്? തെറ്റാണല്ലേ. നോട്ട് ഹാവിങ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്. എന്നാണ്? നമ്മൾ രാവിലെ പോകാനൊക്കെ ഉള്ള തിരക്കിൽ എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടി കാണിക്കാറുണ്ട്, അത് കഴിക്കാറില്ല. അതെന്താണ്? തെറ്റാണല്ലേ. അങ്ങനെ കഴിക്കാതിരിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതെന്താണ്? ബ്രെയിൻ ഫുഡാണല്ലേ. എന്നാലേ നമുക്ക് നല്ല ഊർജ്ജം കിട്ടുള്ളൂ. നമുക്ക് നല്ല ഉന്മേഷവും സ്ട്രെങ്ത്തും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നെക്സ്റ്റ് എന്താണ്? കിച്ചൺ ഗാർഡൻ. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോ ഇൻ യുവർ സറൗണ്ടിങ്സ്? എന്താണ് പറയുന്നത്? നിങ്ങളുടെ വീട്ടു പരിസരത്ത് ഏതെല്ലാം പച്ചക്കറികളും പഴങ്ങളുമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്സ്? അങ്ങനെ നമ്മുടെ വീട്ടു പരിസരത്ത് ഉണ്ടാവുന്ന പഴങ്ങളും പച്ചക്കറിക്കും ഉള്ള ഗുണങ്ങൾ, നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഇവിടെ ഫസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ടല്ലേ. എന്താ കൊടുത്തിട്ടുള്ളത്? ക്യാൻ ബി യൂസ്ഡ് ഫ്രഷ്. നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടൂലേ. നമ്മൾ ഒരുപാട് പഴക്കം ചെന്നതെന്നല്ല, പുതിയത് നമ്മൾ കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിരിക്കും. പിന്നെന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ പ്രോഫിറ്റ് അല്ലേ. നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവില്ലേ. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണ്ടല്ലോ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെന്തൊക്കെയാണ്? ലെസ് ടോക്സിക് പെസ്റ്റിസൈഡ് ക്യാൻ ബി യൂസ്. എന്താണ്? നമ്മൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് കീടനാശിനികളും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ലല്ലേ. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിൽ അടിക്കാറില്ല. പിന്നെന്താണ്? എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണല്ലേ. നമ്മൾ എന്താ പറയുക, പ്രകൃതി സൗഹാർദ്ദത്തോടു കൂടിയാണിത് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? പപ്പായ. വി ആർ യൂസ്ഡ് ബോത്ത് ആസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. വെൻ റൈപ്പ് വി ബിക്കം ഫുഡ് ഫോർ മെനി ക്രീച്ചേഴ്സ്. വി ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഈച്ച് റീജിയൻ. വാട്ട് ഡു യു കോൾ അസ് ഇൻ യുവർ റീജിയൻ? എന്താ പറയുന്നത്? പഴമായും പച്ചക്കറിയായിട്ടൊക്കെ പപ്പായയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. പഴുത്താൽ പല ജീവികൾക്കും അത് കൊത്തി കഴിക്കാൻ പറ്റൂലേ, അവരെ ഫുഡാണല്ലേ. ഈ പപ്പായയ്ക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് പറയാം. ഓക്കെ. ആർ ദർ പപ്പായ ട്രീസ് ഇൻ യുവർ സ്കൂൾ യാർഡ് ഓർ അറ്റ് ഹോം? നിങ്ങളെ സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ പപ്പായയുടെ മരം ഉണ്ടോ? ഇല്ലെങ്കിൽ എന്താണ്? നട്ട് വളർത്തണം എന്നാണ് പറയുന്നത്. ഇഫ് നോട്ട് പ്ലാന്റ് ഇറ്റ്. ഇല്ലെങ്കിൽ എന്താണ്? അത് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. കൃഷി ചെയ്യണം എന്നാണ് പറയുന്നത്. ആർ ദർ എനി അതർ ഫ്രൂട്ട്സ് ലൈക്ക് ദിസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ യുവർ ഏരിയ? ലിസ്റ്റ് ദം. എന്താ പറയുന്നത്? അതുപോലെ നമ്മുടെ ഏരിയയിൽ കണ്ടുവരുന്ന വേറെ ഏതൊക്കെ ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിൽ അതിന് ടേബിൾ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ അല്ലേ. എന്താണ് പറയുന്നത്? സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിനെ കുറിച്ചാണല്ലേ. ഇവിടെ കുറച്ച് പിക്ചറൊക്കെ തന്നിട്ടുണ്ടല്ലേ. കുട്ടികൾ കൃഷി ചെയ്യുകയാണല്ലേ. അവർ ഫാം ചെയ്തിട്ട് വിളവൊക്കെ എടുക്കുന്ന പയർ അങ്ങനെ എല്ലാതും അവർ കൃഷി ചെയ്തുണ്ടാക്കിയതിൻ്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ?
വാട്ട് ആൾ ഐറ്റംസ് ആർ ഗ്രോൺ ഇൻ ദ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ? എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത്? ഡസ് യുവർ ഗാർഡൻ ഹാവ് ദ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നെസസറി ഫോർ ഹെൽത്തി ലിവിങ്? എന്താ പറയുന്നത്? ഇനി നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതിന് പലതരം ഫുഡ് ഐറ്റംസ് നമുക്ക് വേണമല്ലേ? ആ ഐറ്റംസൊക്കെ നിങ്ങളുടെ ഗാർഡനിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റസ് പ്രിപ്പയർ ദ ടേബിൾ. എന്നിട്ട് തോട്ടത്തിൽ നോക്കിയിട്ട് അല്ലേ, നമ്മുടെ ഗാർഡനിൽ നോക്കിയിട്ട് ഏതൊക്കെയാണ് ഉള്ളതെന്നും ഇനി ഉണ്ടാക്കേണ്ടതും എന്നുള്ളത് എഴുതാനുള്ളൊരു ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ സ്കൂളിലെ ഗാർഡൻ നിരീക്ഷിച്ചിട്ട് നിങ്ങൾ എഴുതണം. എക്സ്പാൻഡ് ദ വെജിറ്റബിൾ ഗാർഡൻ വിത്ത് യുവർ ഫ്രണ്ട്സ് ബേസ്ഡ് ഓൺ ദ പ്രിപ്പയർഡ് ലിസ്റ്റ്. എന്താ പറയുന്നത്? തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ചേർന്നിട്ട് നിങ്ങളുടെ പച്ചക്കറി തോട്ടം എന്താണ് വലുതാക്കണം എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ കുറച്ചും കൂടെ ഇൻക്ലൂഡ് ആക്കണം എന്ന് പറഞ്ഞില്ലേന്നോ? ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ടുകാരുമായി ചേർന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കൃഷി ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലെറ്റ്സ് ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട്. എന്താണ്? നിരീക്ഷിക്കാം, അതുപോലെ എന്താണ്? കണ്ടെത്താം. നിരീക്ഷിക്കാം, കണ്ടെത്താം. ഡസ് ദ വെജിറ്റബിൾ ഗാർഡൻ ബെനിഫിറ്റ് ഓൺലി അസ്? എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി തോട്ടം കൊണ്ട് നമുക്ക് മാത്രമാണോ ഉപയോഗമുള്ളത്? ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിലേക്ക് നോക്കൂ. അവിടെ ഒരു ബേർഡ് ഇരിക്കുന്നുണ്ടല്ലേ? എന്താ പറയുന്നത്? ഐ ഓൾസോ ഈറ്റ് ദ പെറ്റ്സ് ഇൻ ദ ഫാംസ്. എന്താ പറയുന്നത്? നമ്മുടെ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വരുന്ന എന്താ പറയുക, പെറ്റ്സിലെ വേംസൊക്കെ ഉണ്ടാവും. അവരൊക്കെ എന്താണ് കഴിക്കാൻ വേണ്ടിയിട്ട് ആര് വരും? ബേർഡ്സൊക്കെ വരും അല്ലേ? വാട്ട് അതർ ക്രീച്ചേഴ്സ് കം ഇൻ ടു ദ ഗാർഡൻ? ഡു ദേ കം ടു ദ ഫാം ഓൺലി ടു ഈറ്റ് പെറ്റ്സ്? എന്താണ് ചോദിക്കുന്നത്? മറ്റേതെല്ലാം ജീവികൾ പച്ചക്കറി തോട്ടത്തിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ കണ്ടിട്ടുണ്ട്? അവ എന്താണ് തോട്ടത്തിൽ വന്നിട്ട് കീടങ്ങളെ മാത്രമാണോ കഴിക്കുന്നത്? ആർ ദർ ക്രീച്ചേഴ്സ് ഹൂ കം ടു ഈറ്റ് ദ ക്രോപ്പ്? നമ്മൾ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്ലാന്റ്സ് അവർ കേടുവരുത്തുന്നുണ്ടോ? അവർ കൊത്തി തിന്നുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലുസ്ട്രേറ്റ് ദെയർ കോൺവെർസേഷൻ. എക്സ്വിറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഇൻ ദ ക്ലാസ്. എന്താ പറയുന്നത്? അങ്ങനെ അവരുടെ സംഭാഷണം എഴുതാനാണ്, ചിത്രീകരിക്കാനും അതുപോലെ അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനുമാണ് പറയുന്നത്. ഓക്കെ. ഹാവ് യു നോട്ടീസ്ഡ് ചില്ലീസ് ആൻഡ് പപ്പായ സ്പ്രൗട്ടിംഗ് അപ്പ് ഇൻ ദ സറൗണ്ടിങ്സ് വിത്തൗട്ട് പ്ലാന്റിംഗ് ദം? ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? നമ്മൾ നടാതെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ മുളക് അതുപോലെ പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെയായിരിക്കും? ക്രീച്ചേഴ്സ് പ്ലേ എ റോൾ ഇൻ ദ പെസ്റ്റ് കൺട്രോൾ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. എന്താണ്? അവർ കീടനിയന്ത്രണത്തിന് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പെസ്റ്റിനെ അവർ കഴിക്കുന്നതോടുകൂടി നമ്മളെ കൃഷിയിടങ്ങളിലെ പെസ്റ്റൊക്കെ പോകുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, പിന്നെന്താണ്? സീഡ് ഡിസ്പേഴ്സല്ലേ, വിത്ത് വിതരണം ചെയ്യാനും അവർക്ക് കഴിയും. അവരെങ്ങനെയാണ് വിത്ത് വിതരണം ചെയ്യാന്നറിയോ? അവർ ഇപ്പോൾ ഒരു മുളകാണെങ്കിൽ മുളക് എടുത്തിട്ട് നമ്മുടെ മുറ്റത്തുള്ളൊരു മാവിൽ വന്നിരുന്നിട്ട് അത് കഴിക്കുമ്പോൾ അതിൻ്റെ സീഡ് താഴെ വീണ് അവിടെ അത് തന്നാലെ സ്വയം ഉണ്ടായി വരുന്നതുകൊണ്ടാണ് നമ്മൾ നടാത്ത രീതിയിൽ കാണുന്നത്. ഓക്കെ, ഇനി എന്താണ്? ലെറ്റസ് അസസ്, വിലയിരുത്താം അല്ലേ? ഫസ്റ്റ് വർക്ക് എന്താണ്? ഡ്രോ എ ഹ്യൂമൻ ഫിഗർ ബൈ ഇൻക്ലൂഡിങ് സ്യൂട്ടബിൾ ഫുഡ് ഐറ്റംസ് ആസ് ബോഡി പാർട്സ്. റൈറ്റ് ഡൗൺ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിഗർ. എന്താ പറയുന്നത്? ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ശരീരഭാഗങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ട് എന്താണ് ഒരു മനുഷ്യൻ്റെ രൂപം വരയ്ക്കാനാണ് പറയുന്നത്. നമ്മളൊരു ഫ്രൂട്ട്സ് വെച്ചിട്ടൊരു ബേർഡിൻ്റെ ഫിഗർ കണ്ടില്ലേ? അതുപോലെ ഒരു മനുഷ്യൻ്റെ രൂപമാണ് ഇവിടെ, ഒരു മാനിൻ്റെ ഫിഗറാണ് ഇവിടെ, ഹ്യൂമൻ ഫിഗറാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഉപയോഗിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഗുണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതുപോലെ വെജിറ്റബിൾ ആണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് എഴുതുകയും വേണം. സെക്കൻഡ് വർക്ക് എന്താണ്? ലുക്ക് അറ്റ് ദ ബർഗർ പ്രിപ്പയർഡ് ബൈ മിത്ര. വാട്ട് ഫുഡ് ഐറ്റംസ് ഡസ് ഇറ്റ് കണ്ടെയ്ൻ? ഇവിടെ ബർഗർ ഉണ്ടല്ലേ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ബർഗർ? ഭയങ്കര ടേസ്റ്റ് ആണല്ലേ? അതൊരു ജങ്ക് ഫുഡാണല്ലേ? അത് ഹെൽത്തി ആണോ? ഹെൽത്തി അല്ലല്ലേ, അൺഹെൽത്തി ആണല്ലേ? എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് അതിലുള്ളത്?
ബെന്നുണ്ട് അല്ലേ, പിന്നെന്താണ് ടൊമാറ്റോ, ഒനിയൻ, പിന്നെന്താണ് ഒരു ഗ്രീൻ ലീവ്സ് ഉണ്ട് അല്ലേ, കഴിക്കാൻ പറ്റുന്ന എഡിബിളായിട്ടുള്ള ഒരു ഗ്രീൻ ലീവ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത്, മയണൈസ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും അല്ലേ, മീറ്റ് ഉണ്ടാവും. ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ ബർഗർ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ഡു യു തിങ്ക് ദ ബർഗർ ഈസ് ഹെൽത്തി? വൈ? ബർഗർ ഹെൽത്തി അല്ല, കാരണം എന്താണ്, അതിൽ മയണൈസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. മയണൈസ് നല്ലതല്ലേ നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ അതുകൊണ്ടൊരു ബർഗർ ഒരു ഹെൽത്തി ഫുഡല്ല, അതൊരു ജങ്ക് ഫുഡാണ് അല്ലേ. തേർഡ് വർക്ക് എന്താണ്, മാച്ച് ദ ഫോളോയിങ്. ഇവിടെ ഒരു 5 ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ടല്ലേ, അതിന് മാച്ച് ആയിട്ടുള്ളതിൽ നമ്മൾ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. എന്താണ്, ട്യൂബേഴ്സ് അല്ലേ, ട്യൂബേഴ്സ് എന്താണ്, ടാരോ അല്ലേ. പൾസസ് ഏതൊക്കെയാണ്, ബാർലി. എഗ് എന്താണ്, പ്രോട്ടീനാണ് അല്ലേ. നെക്സ്റ്റ് മില്ലറ്റ്സ് ഏതാണ്, ലിറ്റിൽ മില്ലറ്റ്. അതുപോലെ എഡിബിൾ ഓയിൽ എന്താണ്, ഫാറ്റാണ് അല്ലേ, നമ്മൾ പഠിച്ചു അല്ലേ. ഒരുപാട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആ ഡോക്ടർ പറയുന്നതായിട്ട് പഠിച്ചില്ലേ. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് വർക്ക് എന്താണ്, ഹാവ് യു സീ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ പിക്ചർ. Color the food items that we consume cooked in red and the uncooked ones in green. You may color the food items we consume either cooked or uncooked in yellow. You can give the perspective color in the small boxes given below the picture. എന്താ പറയുന്നത്, താഴെ എന്താണ്, ഒരുപാട് പിക്ചേഴ്സ് ഇല്ലേ, കുറേ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും അങ്ങനെയുള്ള ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിലെന്താണ് നമ്മൾ വേവിച്ച് കഴിക്കുന്നത്, കുക്ക് ചെയ്ത് കഴിക്കുന്നതിന് എന്ത് കളറാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, റെഡ് കളറും. അതുപോലെ അൺകുക്കായിട്ട് കഴിക്കുന്നതിന് നമ്മൾ ഗ്രീൻ കളറും, അതുപോലെ കുക്ക് ആൻഡ് അൺകുക്ക് ചെയ്ത് കഴിക്കുന്നതിന് നമ്മൾ യെല്ലോ കളറും കൊടുക്കുവാനാണ് പറയുന്നത്. ഓക്കെ. ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ ടപ്പിയോക്കയാണ് അല്ലേ. ടപ്പിയോക്ക എന്താണ്, റെഡാണല്ലേ. അനിയനോ, അനിയൻ നമ്മൾ കുക്ക് ചെയ്തിട്ടും കഴിക്കും അൺകുക്ക് ചെയ്തിട്ടും കഴിക്കും, അപ്പോൾ അത് യെല്ലോ. അതുപോലെ യാമ് റെഡ് കളറ്. അതുപോലെ റൈസ് അല്ലേ, റൈസ് എന്താണ്, റെഡ് കളറ്. നെക്സ്റ്റ് ഗ്രേപ്സ് എന്താണ്, ഗ്രീൻ കളറാണല്ലേ. നെക്സ്റ്റോ ഗുവാവ ഗ്രീൻ കളർ, പപ്പായ യെല്ലോ കളർ. മീറ്റ് എന്താണ്, റെഡ് കളർ. മാംഗോ എന്താണ്, ഗ്രീൻ കളർ. കോൺ എന്താണ്, റെഡ് കളർ അല്ലേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ വർക്ക്. നെക്സ്റ്റ് വർക്ക് എന്താണ്, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, തുടർ പ്രവർത്തനങ്ങൾ. മിത്ര ആൻഡ് ഹെർ ബ്രദർ ആർ ഹാർവെസ്റ്റിംഗ് വെജിറ്റബിൾസ് ഫ്രം ദെയർ ഗാർഡൻ. എന്താണ്, മിത്രയും മിത്രയുടെ അനിയനും കൂടെ പച്ചക്കറി തോട്ടത്തിൽ വിളവെടുക്കുകയാണ്, ഹാർവെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. ഷാൽ വി പ്രിപ്പയർ എ വെജിറ്റബിൾ ഗാർഡൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വിൽ യു പ്ലാന്റ്? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദം. എന്താ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയല്ലോ. ഏതൊക്കെ പച്ചക്കറികളാണ്, താഴെ കുറച്ച് പച്ചക്കറിയുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിലേതെല്ലാം പച്ചക്കറികളാണ് നിങ്ങൾ ഉൾപ്പെടുത്താന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. എന്തൊക്കെയാണ്, സ്പിനച്ച് ഉണ്ട്, പീ, പംകിൻ, ലേഡീസ് ഫിംഗർ, ക്യുക്കുംബർ, സ്നേക്ക് ഗോഡ്, ടൊമാറ്റോ, ചില്ലി, ഈവി ഗോഡ്, ബ്രിഞ്ചൽ, ബിറ്റർ ഗോഡ് ആൻഡ് റെഡ് ഗോഡ്. പ്ലാന്റ് അറ്റ് ലീസ്റ്റ് 5 ഐറ്റംസ്. എന്താണ്, ഇതിൽ ഏതെങ്കിലും 5 ഐറ്റംസ് എങ്കിലും നിങ്ങൾ കൃഷി ചെയ്യണം. You can plant them in your vegetable garden in sacks filled with soil or in grow bags. എന്നാണ്, വീട്ടിൻ്റെ മുറ്റത്തുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ടോ അല്ലെങ്കിൽ കവറിലോ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാം എന്നാണ് പറയുന്നത്. സെക്കൻഡ് വർക്ക് എന്താണ്,
പ്രിപ്പയർ എ ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി ഡിഷ് യൂസിങ് ലോക്കലി അവൈലബിൾ ഫുഡ് ഐറ്റംസ്. എക്സിബിറ്റ് ദം ഇൻ ദ സ്കൂൾ ഫുഡ് ഫെസ്റ്റിവൽ. എന്താ പറയുന്നത്, നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ, ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് എന്താണ്, ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5th ചാപ്റ്ററിലെ ഫുഡ് ആൻഡ് ഹെൽത്തിൽ നമ്മൾ പഠിച്ചത്. ഒരുപാട് ഫുഡ് ഐറ്റംസും അതിൻ്റെ ബെനിഫിറ്റും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതിൽ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്ത് നോക്കുക.